നിയമസഭയിൽ സംസാരിക്കാൻ അവസരം കിട്ടുന്ന സമയങ്ങളിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ സഭയിൽ അവതരിപ്പിക്കുന്ന അംഗമാണ് അമ്പലപ്പുഴ എംഎൽഎ ജി സുധാകരൻ. ഇക്കുറി തനിക്ക് അനുവദിച്ച സമയത്തിൽ UDF സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ മുൻ CPM നേതാവ് കൂടിയായ ജി സുധാകരൻ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ തന്നെ അദ്ദേഹം ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിലും മന്ത്രി PK ബഷീറിലുമാണ്. മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണെന്നതുകൊണ്ട് തന്നെ പ്രത്യേക മതവിഭാഗങ്ങൾക്ക് വാരിക്കോരി നൽകുമെന്ന CPM വാദങ്ങളെ പൊളിച്ചടുക്കുന്നുണ്ട് ജി സുധാകരൻ. പേരിൽ ലീഗ് ഉണ്ടെന്ന് കരുതി മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കുന്നവർക്ക് ഭ്രാന്താണെന്നാണ് ജി സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും സെക്യുലറായ പാർട്ടി മുസ്ലിം ലീഗാണെന്നും തനിക്ക് അവരെ അറിഞ്ഞപ്പോൾ അത് ബോധ്യമായെന്നും ജി സുധാകരൻ പറയുന്നു. അതേ മുസ്ലിം ലീഗ് പൊതുമരാമത്ത് വകുപ്പ് ഭരിക്കുമ്പോൾ സംസ്ഥാനത്ത് മികച്ച ഭരണമുണ്ടാകുമെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് ജി സുധാകരൻ. ഒരു മതവിഭാഗത്തിന്റെ പേരിൽ മുസ്ലിം ലീഗിനെ അനാവശ്യം പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ സുധാകരൻ സോ കോൾഡ് സെക്യുലറിസ്റ്റുകളെക്കാൾ വലിയ സെക്യുലറിസ്റ്റുകളാണ് മുസ്ലിം ലീഗ് പാർട്ടിയെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ നാട്ടിൽ ഇന്ന് വരെ എവിടെയെങ്കിലും മുസ്ലിം ലീഗ് വർഗീയ കലാപം ഉണ്ടാക്കിയതായി അറിയാമോ എന്ന വലിയ ചോദ്യവും ജി സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ ഉദ്ദേശശുദ്ധിയും അതിന്റെ മഹത്വവും ഇതുപോലെ പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ച മറ്റൊരു വ്യക്തി ഉണ്ടാകില്ല. മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാക്കന്മാരായ PK കുഞ്ഞാലിക്കുട്ടിയും PK ബഷീറും അടക്കമുള്ള MLA പോലും ഒരിക്കലും ലീഗിനെ വെള്ളപൂശി സഭയിൽ സംസാരിച്ചിട്ടില്ല. അവിടെയാണ് ജി സുധാകരൻ വേറിട്ട ശബ്ദമാകുന്നത്. ലീഗിന്റെ 22 MLA ഒരുപക്ഷെ കൈകൂപ്പിയായിരിക്കാം ആ വാക്കുകൾ കേട്ടത്. അത്രമാത്രം ഹൃദയസ്പർശിയായിരുന്നു ജി സുധാകരന്റെ പ്രസംഗം. അതിന്റെ വീഡിയോ കാണാം. അന്ന് തന്നെ മലയോര ഹൈവേയുടെ കുറച്ച് ഭാഗം തീർന്നു. പക്ഷേ ഇപ്പോഴത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 5 വർഷം എന്താണ് ആ രംഗത്ത് നടന്നത്? ഫുള്ളായിട്ട് ടൈം കിട്ടിയത് കഴിഞ്ഞ 5 വർഷമാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗത്തിൽ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സാർ, ബഡ്ജറ്റിൽ പൊതുമരാമത്ത് മുതൽ 16 ഹെഡാണ്. അതേപ്പറ്റി സംസാരിക്കാൻ ഒരാളിനും സമയം കിട്ടില്ല. അതിൻ്റെയൊക്കെ ഇപ്പോൾ കിടക്കുന്നുണ്ട്. ഞാൻ പൊതുമരാമത്ത് വകുപ്പിനെ പറ്റി ചിലത് പറയുകയാണ്. 6140.3 കോടിയാണ് ബഡ്ജറ്റിലുള്ളത്. സാർ, അപര്യാപ്തമാണത്. 10,000 കോടിയെങ്കിലും വരണം. 5 വർഷം 50,000 കോടിയെങ്കിലും മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വ്യവസായത്തിന്, കൃഷിക്ക്, ഇതിനൊക്കെ അതുപോലെ പൈസ മാറ്റി വെക്കണം സാർ. വേറെ ചില വകുപ്പുകളുണ്ട് പൈസ മാറ്റി, ആരോഗ്യം പൈസ മാറ്റി വെക്കണം. ഇപ്പോൾ ഇത് വെച്ച് റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഒന്നും എനിക്കറിയില്ല. പക്ഷേ നമുക്ക് ആ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. കിഡ്നി ഉപേക്ഷിക്കാൻ പാടില്ല. അത് വലിയ പദ്ധതി നടപ്പിലാക്കുന്നതിന് ആവശ്യമാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷം റിട്ടയർ ചെയ്തൊരു IAS ഉദ്യോഗസ്ഥനെ വെച്ച് അവിടെ നടന്ന കളി എന്നായിരുന്നുള്ള മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് അന്വേഷണ വിധേയമാക്കണം. ഗവൺമെൻറ് അതിന് തയ്യാറാവണം. റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? അവിടെ ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ചെയ്താണ്. നാണമില്ലേ? അദ്ദേഹം ഭരിച്ച വകുപ്പുകളിൽ ഒരു ചെറിയ വകുപ്പിൽ കയറി അതിന് ചെയർമാനായിട്ടിരിക്കാൻ വെക്കാൻ നാണമില്ലേ? തികച്ചും തെറ്റാണെന്ന്. അപ്പോൾ അതെല്ലാം അന്വേഷിക്കേണ്ടതായിട്ട് കിഡ്നി നല്ല നിലയിൽ നടത്തിയാൽ വളരെ നന്നായിരിക്കും എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ബഡ്ജറ്റ് വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ഞാൻ പറയുകയുണ്ടായി. സർ, ഇവിടെ വൈറ്റ് ടോപ്പിംഗ് എന്നൊരു നൂതന സാങ്കേതിക വിദ്യ നടപ്പാക്കിയിരുന്നു. ബാംഗ്ലൂരിലാണ് ആദ്യം കണ്ടത്. 24 മീറ്റർ റോഡിന് അവർ 1 കിലോമീറ്ററിന് 10 കോടിയാണ്. അതിൻ്റെ ലോഞ്ചിവിറ്റി 30 വർഷമാണ്. ഇവിടെ ഞാൻ ബാംഗ്ലൂരിലൊരു ആവശ്യമായപ്പം അവിടുത്തെ ചീഫ് എഞ്ചിനീയർ വന്ന് എന്നെ കണ്ടു. ഞാനിവിടെ 12 കിലോമീറ്റർ ആലപ്പുഴയിൽ നടപ്പിലാക്കി. ഇപ്പോൾ 6 വർഷമായുള്ള ഒരു പോർല പോലും ഉണ്ടായിട്ടില്ല. ഇവിടെ നമുക്ക് 12 മീറ്ററേ ഉള്ളൂ വീതി. അത് കാരണം നമുക്ക് 5 കോടി മതി. സാർ, നിങ്ങളൊരു 500 കിലോമീറ്റർ നിങ്ങൾ വൈറ്റ് ടോപ്പിംഗ് നടത്തും. ആത്യന്തികമായി ലാഭമാണ്. നിങ്ങൾ വീണ്ടും 5 വർഷം അധികാരത്തിൽ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ പൊതുമരാമത്ത് വകുപ്പിനെ ശക്തിപ്പെടുത്തണം. പൊതുമരാമത്ത് വകുപ്പ് നടത്തിയ പ്രവർത്തനം കൊണ്ടാണ് സാർ പ്രധാനമായും പിണറായി ഗവൺമെന്റ് രണ്ടാമത് വന്നത്. ആ റോഡൊന്നും ഇപ്പോൾ കേടായിട്ടില്ല. കക്ഷി വ്യത്യാസം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടല്ലോ. അന്നത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഈ കേരളം മുഴുവൻ പ്രസംഗിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് തികച്ചും ന്യായമായി നീതിയായി പ്രവർത്തിച്ചു വന്നു. ഞാൻ നമ്മുടെ പി ജോസഫിനെ ഓർക്കാൻ മകനിവിടെ ഉണ്ട്. ആലപ്പുഴയിലെ 5 പാലങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കി ഇടിഞ്ഞ പാലം മാറ്റി 5 പാലങ്ങൾ നിർമ്മിച്ച അദ്ദേഹത്തിന്റെ പിതാവാണ്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. അപ്പോൾ സാർ, വളരെ പ്രധാനപ്പെട്ടതാണ് പൊതുമരാമത്ത് വകുപ്പ്. വൈറ്റ് ടോപ്പിംഗ് നടപ്പിലാക്കാൻ തയ്യാറാണ്. പക്ഷേ അത് വെട്ടിപ്പൊളിക്കാൻ സാധാരണ കൂന്താലുണ്ടെന്ന് വെട്ടിപ്പൊളിച്ചാൽ കൂന്താലി ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ. വെട്ടിപ്പൊളിക്കാൻ റോഡ് നിർമ്മിച്ചാൽ വെട്ടിപ്പൊളിക്കാൻ സമ്മതിക്കാൻ പറ്റില്ല. വെട്ടിപ്പൊളിക്കണമെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അംഗീകാരത്തോടുകൂടി പൊളിക്കുന്ന വകുപ്പിന്റെ അഭ്യർത്ഥന പ്രകാരം പൊളിക്കുകയും എങ്ങനെ ഇരുന്ന ആ റോഡ് അതുപോലെ ആക്കണമെന്നാണ് സാർ ചട്ടമുള്ളത്. പക്ഷേ ഇവിടെ മെമ്പർ സംസാരിക്കുന്ന ഞാൻ കേട്ടു. ഇവിടെയാണോ ആ റോഡല്ല ഇപ്പോൾ പൊളിഞ്ഞു കിടക്കുകയാണ്. ഉത്തരവാദിത്തമില്ലേ? വാട്ടർ അതോറിറ്റിക്ക് പൈപ്പിടാൻ ആവശ്യമാണ്. അപ്പോൾ ഇന്നൊക്കെ ഖജനാവ് നശിപ്പിക്കുന്ന ഈ പരിപാടി ശരിയായിരിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, അതുപോലെ തന്നെ 500 ബ്രിഡ്ജസാണ് പ്ലാൻ ചെയ്തിരുന്നത്. 100 ജില്ലാ ബ്രിഡ്ജസ് പൂർത്തിയായി, ബാക്കി പൂർത്തിയാവാനുണ്ട്. ഈ ഗവൺമെന്റ് ബാക്കി ബ്രിഡ്ജസ് പ്ലാൻ ചെയ്യണം സാർ. പണം ഇൻവെസ്റ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഉദാഹരണം, മമ്പറം പാലം. അതിന് ഉദ്ഘാടനത്തിന് ഞാൻ പോയിരുന്നു. ഒരു 12,000 ആളാണ് വന്നത്. ഒരു 7,000 പേരുടെ കയ്യിലെങ്കിലും പച്ചക്കൊടിയാണ് മുസ്ലിം ലീഗിന്റെ.
ഒരു 10,000 പേരുടെ കോൺഗ്രസിന്റെ കൊടിയുണ്ട്, ഒരു 10,000 പേരുടെ ചെങ്കൊടിയുണ്ട്, ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിന്റെ കൊടിയാണ് സാർ. ആ മമ്പറം പാലത്തിന്റെ ആ കണക്ക് അപ്പുറത്തെ ആ മോസ്കിൽ നിന്നാണ് സാർ മലബാറിലെ ആ മഹത്തായ കലാപത്തിന് ആലോചന നടത്തുന്ന അവിടെ വെച്ചാണ് ഞാൻ പറയുകയാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് ഇവിടെ പെരുമ്പടം ദ്വീപിൽ 100 കോടി രൂപയ്ക്കാണ് 10,000 പേരുള്ള ഒരു ദ്വീപിലേക്ക് പാലം പണിഞ്ഞത്. പക്ഷേ ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. നമുക്കങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാൻ വരും സാർ. 1000 കോടി രൂപയാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മാറ്റിവെച്ചത്. ഏതാണ്ട് 70 കോടിയാണ് അമ്പലപ്പുഴ തിരുവല്ല റോഡിന് മാറ്റിവെച്ചത്. എൻസി റോഡ് മുഴുവൻ പുതുക്കി പണിഞ്ഞു സാർ, വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ 6 മുതൽ 10 വർഷം വരെ റോഡ് കേടാവാതെ കിടക്കണം. കാരണം ഈ ബിറ്റുമിനും ഈ കോൺക്രീറ്റും മോട്ടിക്കാത്തതുകൊണ്ടാണ് സാർ, അത് കുറയ്ക്കാത്ത അത് കമ്മാത്തതുകൊണ്ടാണ് സാർ. അതായത് ഞാൻ കഴിഞ്ഞ പ്രശ്നത്തിൽ പറഞ്ഞതുപോലെ മറ്റേ ആ റിപ്പോർട്ട് ഉണ്ടല്ലോ, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ പറയുന്ന കറക്റ്റ് കോൺട്രാക്ടേഴ്സും കറക്റ്റ് പൊളിറ്റീഷ്യനും അതുപോലെ തന്നെ കറക്റ്റ് ബ്യൂറോക്രാറ്റ്സും നടപ്പാക്കാതിരുന്നാൽ ആ പരിപാടി നടപ്പാക്കാതിരുന്നാൽ നമ്മുടെ റോഡൊക്കെ ധാരാളം കേൾക്കും. പൊതുമരാമത്ത് മന്ത്രിക്ക് വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് സാർ. അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് മന്ത്രി, അദ്ദേഹത്തിന്റെ പിതാവിനെ ഞാൻ ഓർക്കാണ് സാർ. നല്ല നിലയിൽ അത് കൊണ്ടുപോകണം. കാരണം സാമൂഹ്യ രീതിയിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മുസ്ലിം എന്ന പേര് കേട്ടിട്ടൊന്നും ആരും മറവേണ്ട കാര്യമില്ല. പാകിസ്ഥാനിലേക്ക് ജിന്ന പോയതല്ല, ഓടിച്ചതടിച്ചിട്ട് ഇന്ത്യയിലെ ഭരണാധികാരി വർഗമായി വരാൻ പോകുന്ന പുതിയ മൂർഷാസിയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്ക് രക്ഷയുണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് പാകിസ്ഥാനിന് വേണ്ടി ജിന്ന വാദിച്ചത്. അതുവരെ അദ്ദേഹം റൗണ്ട് ടേബിൾ കോൺഫറൻസ് എല്ലാം ഒറ്റ ഇന്ത്യക്ക് വേണ്ടിയാണ് വാദിച്ചത്. ചരിത്രത്തിൽ വായിച്ചത് ഒറ്റയാണ്. കൂട്ട് ഗവൺമെന്റിൽ മുസ്ലിം ലീഗ് ചേർന്ന് മത്സരിച്ചിട്ട് അവരുടെ തോട്ട് കളഞ്ഞു. അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് അന്നത്തെ ഇന്ത്യൻ ഭരണവർഗ്ഗങ്ങളുടെ വരാൻ പോകുന്നവരുടെ ഇടയിൽ ആ മൂർഷ വിഭാഗത്തിലുള്ള മുസ്ലിം വിരോധമായിരുന്നു സാർ. എന്നാലും നമ്മുടെ ബംഗാളിലും യുപിയിലും ബീഹാറിലും കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാം 22 കോടി മുസ്ലിങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ നിൽക്കുകയാണ് സാർ പാകിസ്ഥാൻ പോകാതെ. അത് ബംഗ്ലാദേശിന്റെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ്, പാകിസ്ഥാന്റെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. ആ ദേശാഭിമാനികളായിട്ടുള്ള മുസ്ലിം ജനവിഭാഗത്തിന്റെ പേരിൽ നമ്മുടെ ഒരു കാരണവശാലും അനാവശ്യങ്ങൾ പറയാൻ പാടില്ല സാർ. അവർ സോക്കാൾഡ് സെക്യുലറിസ്റ്റുകളെക്കാൾ വലിയ സെക്യുലറിസ്റ്റുകളാണ് സാർ. അവരുടെ വർഗ്ഗീയലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, അവരുടെ പരിപാടി വർഗ്ഗീയലാഭമുണ്ട് സാർ. 1967 കോൺഗ്രസ് 9 സീറ്റ് ഒതുങ്ങിയതല്ല, EMS ബുദ്ധിപൂർവ്വം മുസ്ലിം ലീഗിനെ കൂടെ ചേർത്തു. മലബാർ കോൺഗ്രസ് സീറ്റില്ല. ആ കരുണാകരൻ സാറാണ് 9 പേരെ അധികാരം പിടിച്ചത്. മനസ്സിലല്ലേ? മുസ്ലിം ലീഗിന്റെ പവറാണ്. അതുപോലെ മുസ്ലിങ്ങളുടെ പാർട്ടി മാത്രമല്ല സാർ, ഈ രാജ്യത്തെ 22 കോടി വരുന്ന ന്യൂനപക്ഷങ്ങളുടെ പ്രസ്ഥാനമാണ്. അതിന്റെ ഒരാൾ ഇവിടെ മന്ത്രിയായിരിക്കുമ്പോൾ എല്ലാവരോടും നല്ല നീതി പുലർത്തും എന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സാർ, കാരണം സമയത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് കുറവുകൾ ഉണ്ട്. ഞാൻ അധികം എൻ്റെ സമയം ഒരു 50 സെക്കൻഡ് കൂടുതലായിട്ട് എടുത്തു സാർ. ഈ ഗ്രാമീണ റോഡുകൾക്ക് സാർ ഒരു തുക വഹിക്കാൻ പറ്റും. ഓരോ അസംബ്ലി മണ്ഡലത്തിലും ഒരു വർഷം 100 കോടി രൂപ വീതം 5 വർഷം കൊണ്ട് 500 കോടി രൂപ ഓരോ മണ്ഡലത്തിൽ കിട്ടത്തക്ക തരത്തിൽ മാറ്റിവെക്കണം. അതിന് ബഡ്ജറ്റിന്റെ വലിപ്പം കൂട്ടിയാലും കുഴപ്പമില്ല. ഗ്രാമീണ റോഡുകൾ നന്നാക്കണം, പഞ്ചായത്തിനെ കൊണ്ട് നടക്കണം സാർ. അത് നമ്മൾ തന്നെ നടപ്പിലാക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ സന്തോഷമുണ്ട്. ശ്രീ സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെ അഭിമാനപൂർവ്വം ഇത് മുന്നോട്ട് പോകും എന്ന് ഞാൻ പ്രതിനിധിയുടെ വിശ്വാസമുണ്ട്. അദ്ദേഹം നയിക്കുന്ന മന്ത്രിസഭയിൽ വിശ്വാസമുണ്ട്. പക്ഷേ എല്ലാവരും സൂക്ഷിച്ചും ശ്രദ്ധിച്ചൊക്കെ പ്രവർത്തിച്ചാൽ എല്ലാവർക്കും കൊള്ളാം. ഏറ്റവും വലിയ വെല്ലുവിളി ശ്രീ കെ മുരളീധരനാണ്. കാരണം ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞാൽ പ്രസവ വകുപ്പെന്നാണ് എൻ്റെ അർത്ഥം. അത് ഇന്നലെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാനോട് വിളിച്ചു പറഞ്ഞു 100 പേരെ മാത്രം നോക്കും, അത് എന്തോ ഒരു രോഗത്തിൽ. അപ്പോൾ നിങ്ങൾ വന്നവരെയൊക്കെ നോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടില്ല. ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കേണ്ട ഒരു വകുപ്പ് എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പാണ്. അത് ആ വകുപ്പ് മന്ത്രിയോ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ഈ കേരളം മൊത്തം പിന്തുണ കൊടുക്കണം. കാരണം നമ്മുടെ ആയുസിന്റെ പ്രശ്നം, ആരോഗ്യത്തിന്റെ പ്രശ്നം, എല്ലാ വകുപ്പിനും പിന്തുണ കൊടുക്കണം. ആരോഗ്യ വകുപ്പിന് പ്രത്യേകിച്ച് നിർമ്മാണത്തിന് PWDക്ക് ആവശ്യാനുസരണം പൈസ കൊടുക്കണം. നൂതന സാങ്കേതിക വിദ്യ എല്ലാം കൊണ്ടുവരണം. കൊണ്ടുവന്നാൽ ഈ നാട് എപ്പോഴും ഭരണകക്ഷിയെ മാത്രം പ്രതിപക്ഷത്തെ ഭരണകക്ഷിക്ക്